ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റീവ് പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു സമൂസ ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പഞ്ചാബി സമൂസ ഉണ്ടാക്കി നോക്കാം. പഞ്ചാബി സമൂസ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് ഇഞ്ചി, ഒരു 1.5 സ്പൂൺ ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, അത് ചെറുതാക്കി അരിയാണ് വേണ്ടത്. ഫ്രോസൺ മട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് ഉണങ്ങിയതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കണം, അങ്ങനെ കുതിർത്തിട്ടുള്ളത്. പിന്നീട് ഇനി നമുക്ക് സമൂസയ്ക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് അജ്വൈൻ, അതായ മോദകം, ഒരു നുള്ളു മതി. അതിൽ പിന്നെ കുറച്ച് ഉപ്പ്, മാവിനാവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് പരുവത്തിലാക്കാം. ചപ്പാത്തി മാവിൻ്റെ പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുഴച്ചതിന് ശേഷം അതിൻ്റെ മീതേക്ക് 1 സ്പൂൺ എണ്ണ തടവി കൊടുക്കുക. അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. നമുക്കിനി അതിനുള്ള മസാല തയ്യാറാക്കാം. പഞ്ചാബി സമൂസയ്ക്ക് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഒരു 2 സ്പൂൺ മല്ലി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മല്ലിയും 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ ജീരകം, സാധാരണ ജീരകമാണ്. മല്ലി 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ ജീരകം. ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലി, പെരിഞ്ജീരകം, ജീരകം ഇതൊക്കെയാണ്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. നല്ലോണം പൊടിയണ്ട, ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി കളഞ്ഞതാണത്. ഒരു വിസിലടുപ്പിച്ച് ഉരുളക്കിഴങ്ങാണ്. സമൂസയ്ക്ക് ആവശ്യമായ മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ച് അതിലൊരു പാത്രത്തിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് സ്വാദിനായിട്ട് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും, ആദ്യം നമുക്ക് പച്ചമുളക് ഇടാം. അതിനുശേഷം ഇഞ്ചി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനൊരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് വേവിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 6 ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഞാനൊരു 30 സമൂസയോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാവശ്യമായൊരു 30 സമൂസയ്ക്ക് വേണ്ട മസാലയാണിത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി അത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക്
ബാക്കിയുള്ള മട്ടറും ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രോസൺ മട്ടർ ആവുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. മറ്റേ ഉണങ്ങിയ പീസാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു 5-6 മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ച് ചേർക്കണം. ഫ്രോസൺ മട്ടർ യൂസ് ചെയ്യുന്നതാണ് ഇതിലേക്ക് നല്ലത്. നല്ലവണ്ണം യോജിപ്പിക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. നല്ലവണ്ണം യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി അത് മസാല ചേർത്തതിന് ശേഷം നമുക്കത് നല്ലോണം യോജിപ്പിക്കാം. ഈ മസാല ചേർക്കുമ്പോഴൊക്കെ തീയ് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നല്ലവണ്ണം യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. അതൊന്ന് ആവിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്നു, ആവിയിൽ വേവിക്കാൻ വെച്ചിരുന്നു. ഇനി നമുക്കതിലേക്ക് മല്ലിയില ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആ എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് മാവ് പരത്തിയെടുക്കാം. സമൂസയ്ക്ക് വേണ്ട മാവ് നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പരത്തിയെടുക്കാം. പൂരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന അത്രയും വലിപ്പത്തിൽ മാവ് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ചൊരു കട്ടിയോടുകൂടി വേണം പരത്താൻ.
ഇതിൻ്റെ നടുക്ക് നമുക്കൊന്ന് മുറിക്കുക. ഇതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് അതിനെ ട്രയാങ്കിൾ ഷേപ്പിൽ കുറച്ച് വെള്ളം അതിൽ തേച്ച് അത് ഒട്ടിച്ച് വയ്ക്കാം ഒരു സൈഡ്. അങ്ങനെ അതൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കി എടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല നിറയ്ക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മസാല നിറച്ച് വയ്ക്കാം. അതിനുശേഷം മറ്റേ വശവും കൂടി ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് താത്തി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് സമൂസ ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് തീ കുറച്ച് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നല്ലോണം ചൂടായി കിടക്കുന്ന എണ്ണയാണ്, അപ്പോൾ അധികം സമയം വേണ്ട. കാരണം ഉള്ളിലുള്ള പച്ചക്കറി ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ വേവിച്ചിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞ് വരും. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരി ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് വാങ്ങാം. അങ്ങനെ നമ്മുടെ ചൂട് പഞ്ചാബി സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര സ്പൈസിയാണ്. എല്ലാരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അതുവരെ ബൈ.